പുതിയ തന്ത്രവുമായി ഹൈറിച്ച് ഇപ്പോൾ വിചാരിക്കുന്നത് അവർ വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ നിർത്തുമെന്നാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നിങ്ങളില്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിലരുടെ ഒരു സംശയമായിരുന്നു, നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാണ് നമ്മുടെ ഈ പൈസ തിരിച്ച് കിട്ടുക എന്നുള്ളത്. നമുക്കറിയാം, ബഡ്സ് ആക്ട് 2019 പ്രകാരം ഇത്തരം നിക്ഷേപ തട്ടിപ്പുകളിൽ പെട്ട ആൾക്കാർക്ക് പണം തിരിച്ചു കിട്ടുക എന്നത് കമ്പനിയുടെ ആസ്തികൾ വിറ്റുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ കമ്പനിക്ക് എല്ലാം വാടക കെട്ടിടമാണ്. ഇവർ താമസിക്കുന്ന വീട് പോലും വാടക കെട്ടിടത്തിലാണ് ഉള്ളത്, വാടകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്തികൾ വിൽക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. 212 കോടി രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവരുടെ സ്ഥിര നിക്ഷേപവും മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് EDയുടെ സമ്മതത്തോടു കൂടി കോമ്പിറ്റൻ്റ് അതോറിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ആ പണത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ പണം. അല്ലാതെ നമ്മൾ ഇവരുടെ ആസ്തികൾ, സ്വത്തുവകകൾ കണ്ടുകെട്ടുക, അത് പിന്നെ ഓപ്ഷന് വെക്കുക, ലേലത്തിൽ വെക്കുക, ലേലത്തിൽ ആൾ പങ്കെടുത്ത് കഴിഞ്ഞ് അത് വിൽക്കുക, അതിൻ്റെ പണം സ്വരൂപിക്കുക, എന്നിട്ട് ഇവർക്ക് പണം കൊടുക്കുക, എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഈ കേസിൽ ഇല്ല എന്നതാണ്. അപ്പോൾ EDയുടെ അന്വേഷണം ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അത് അന്വേഷിക്കുന്നത് വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ടോ, കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളുണ്ടോ എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നീണ്ടുപോയേക്കാം, 1-2 വർഷങ്ങൾ. EDക്ക് ഒരുപാട് ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകൾ, രാജ്യദ്രോഹ കുറ്റങ്ങൾ ഒക്കെ, വലിയ തോതിലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളൊക്കെയുള്ള ഒരു ഏജൻസിയാണ്. ദിവസം പ്രതി നമ്മൾ കാണാം, അവിടെ ED റെയ്ഡ് ചെയ്തു, ഇവിടെ ED റെയ്ഡ് ചെയ്തു എന്നൊക്കെയുള്ളത്. അപ്പോൾ എന്നാൽ ബഡ്സിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ആണെങ്കിൽ അവർക്ക് ഡെസിഗ്നേറ്റഡ് കോർട്ടിലാണെങ്കിൽ ചുരുക്കം കേസുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇപ്പോൾ ടെമ്പററി ആയിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ടുകൾ പെർമനൻ്റ് ആക്കുക എന്നുള്ളത് ഒരു ഉത്തരവ് കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് ആ പണമൊക്കെ വിനിയോഗിക്കാൻ സാധിക്കും. ആ വിനിയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ജില്ലാ കലക്ടറെ സമീപിച്ച് ആ പണത്തിൽ നിന്ന് നിങ്ങളുടെ പണം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പൂട്ടിപ്പോയ കമ്പനി തിരിച്ചു വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവും, നിങ്ങളുടെ പണം പോവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ.